ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷുയി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് 2023 വർഷം ഏകദേശം തീരാറായിരിക്കുകയാണ്. അടുത്ത പുതിയ വർഷം വരികയാണ് 2024. അപ്പോൾ ഫെങ്ഷുയി പ്രകാരം ഈ വരുന്ന 2024 ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ 20 വർഷങ്ങൾ കൂടുമ്പോഴും പ്രകൃതിക്ക് ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ് ഫെങ്ഷുയിൽ പറയുന്നത്. അതിന് ഓരോ കൃത്യമായ കാലഘട്ടങ്ങളുണ്ട്. ഇപ്പം 1984 2004 ഒരു കാലഘട്ടം, പീരീഡ് 7 എന്ന് പറയുന്നൊരു കാലഘട്ടമായിരുന്നു. 2004 തുടങ്ങി 2024 ഫെബ്രുവരി 3 വരെയുള്ള ഒരു 20 വർഷം, അത് പീരീഡ് 8 എന്ന് പറയുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ പീരീഡ് 8 നമുക്ക് ഇവിടെ തീരാൻ പോവുകയാണ്. അതായത് 2024 ഫെബ്രുവരി 3 കൂടി 8 എന്ന് പറയുന്ന കാലഘട്ടം തീരുകയാണ്. അപ്പോൾ പുതിയ വർഷം തുടങ്ങിയാണ് 2024. അപ്പോൾ നമുക്കിവിടെ രണ്ട് രീതിയിലാണ് അവർ ആ പുതുവർഷത്തെ എടുക്കുന്നത്. ഒന്ന് ഫെങ്ഷുയി പ്രകാരം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെങ്ഷുയിയുടെ സ്റ്റാറുകൾക്കെല്ലാം മാറ്റം വരുന്ന ഒരു ടൈം എന്ന് പറയുന്നത് 2024 ഫെബ്രുവരി 4 മുതലാണ് ഈ ആനുവൽ സ്റ്റാർ എല്ലാം ആ ഒരു പുതിയ വർഷത്തിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പിന്നെ ന്യൂ ഇയർ അവർ ആഘോഷിക്കുന്നത് 2024 ഫെബ്രുവരി 10 ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും 2024 ഫെബ്രുവരി 4 മുതൽ ഈ പറയുന്ന സ്റ്റാറുകൾ ഓരോ ദിക്കിലും അതിൻ്റെതായിട്ടുള്ള പിന്നെ ഗുണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന് തരും. അപ്പം നമ്മളിവിടെ പറഞ്ഞു വന്നത് 2024 നമുക്ക് പീരീഡ് 8 തീരുകയാണ്. ഇനി 2024 ഫെബ്രുവരി 4 മുതൽ അടുത്ത 9th എന്ന് പറയുന്ന 9 എന്ന് പറയുന്ന ഒരു പീരീഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ആ 9ന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അടുത്ത 20 വർഷക്കാലമാണ്. അപ്പോൾ അടുത്ത 2044 ഫെബ്രുവരി ഏകദേശം ഒരു 3 കൂടി ആ ഒരു 20 വർഷത്തെ കണക്കാണ് ഇനിയിപ്പോൾ നമുക്ക് വരുന്നത്. ഈ നിലവിൽ നിന്ന് 8 എന്ന് പറയുന്ന പീരീഡിൽ നിന്നും 9 എന്ന് പറയുന്ന പീരീഡിലേക്ക് കാലം മാറുകയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ചില സ്റ്റാറുകൾ ന്യൂട്രൽ ആവുകയും ചില സ്റ്റാറുകൾക്ക് പ്രോസ്പിരിറ്റി കൂടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഓരോ സ്റ്റാറുകളും നമ്മുടെ ജീവിതത്തെ എങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ എന്തൊക്കെ ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ അതെന്തെങ്കിലും ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമുക്ക് കന്നിമൂല ഭാഗത്തേക്ക് നോക്കാം. അതായത് ഏതൊരു വീടിൻ്റെയും സ്ഥാപനത്തിൻ്റെയും ഓഫീസിൻ്റെയും, അതിപ്പോൾ നമുക്ക് ദുബൈയിലായിക്കോട്ടോ കേരളത്തിലായിക്കോട്ടോ എവിടെ ആയിക്കോട്ടെ, ആ ദിക്കിൻ്റെ അതായത് തെക്ക് പടിഞ്ഞാറാണ് കന്നിമൂല ഭാഗം, അതായത് സൗത്ത് വെസ്റ്റ് കോർണർ. ഈ ഭാഗത്ത് ഈ പറയപ്പെടുന്ന ന്യൂ ഇയർ ടൈമിൽ വരുന്ന നക്ഷത്രം, ഇപ്പോൾ ഒരു നക്ഷത്രം നിൽക്കുന്നുണ്ട്, ആ നക്ഷത്രം മാറി ആനുവൽ സ്റ്റാർ പുതിയത് വരും. ആ സ്റ്റാർ 9 വരുന്നത്. അപ്പോൾ നമുക്കറിയാം 9 എന്ന് പറയുന്ന പീരീഡിലേക്കാണ് നമ്മൾ പിന്നെ ഇപ്പൊ കയറിയിരിക്കുന്നത്. അപ്പോൾ ആ 9 എന്ന് പറയുന്നത് അതിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന ഒരു 20 വർഷക്കാലമാണ് ഈ 9ന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ 9 നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒരുപാട് ആഘോഷങ്ങൾ, സമ്പത്ത്, സമൃദ്ധി ഒക്കെ തരുന്ന ഒരു നക്ഷത്രമാണ് ഈ 9 എന്ന് പറയുന്നത്. അപ്പം തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങളുടെ പ്രധാന വാതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഗുണങ്ങൾ ഈ ഒരു വർഷം തരും. നമ്മൾ പൊതുവെ വാസ്തുവിൽ പറയുന്നുണ്ട്, വാസ്തുവിലാണ് അത് പറയുന്നത്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാന വാതിൽ വരുന്നത് നമ്മുടെ വീട്ടിലെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്, ഒരു കാരണവശാലും അവിടെ വാതിൽ വരരുതെന്ന് നമ്മുടെ ഭാരതത്തിന്റെ വാസ്തുവിൽ പറയുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് ഫെങ്ഷുയി ആണ്. നിങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ വാതിൽ സ്ഥാപനത്തിന്റെ ആയാലോ വീടിന്റെ ആയാലോ ഓഫീസിന്റെ ആയാലോ സൗത്ത് വെസ്റ്റ് കോർണർ, അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഈ വർഷം 9 എന്ന് പറയുന്ന നക്ഷത്രം വരുന്നുണ്ട്. ഈ ഒരു വർഷക്കാലം സാമ്പത്തികമായിട്ട് ഒരുപാട് അഭിവൃദ്ധികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവാനും ആഘോഷങ്ങളൊക്കെ ഉണ്ടാവാനും ഒക്കെ സാധ്യതയുള്ളൊരു വർഷമാണിത്. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അതിലൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.